പശ്ചിമേഷ്യൻ കടലിടുക്കിൽ ഇനിയൊരു വലിയ യുദ്ധക്കാഹളം മുഴങ്ങിയാൽ ലോകം ഭീതിയോടെ ആദ്യം ഉറ്റുനോക്കുന്നത് USS എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലിന്റെ നീക്കങ്ങളിലേക്കായിരിക്കും. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഇറാന്റെ പൗരോഹിത്യ ഭരണകൂടം പർവ്വതങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ നഗരങ്ങളെയും ആണവ തുരങ്കങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. F-35C സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളിലൂടെ ഈ രഹസ്യ താവളങ്ങൾ തകർക്കുകയായിരിക്കും അമേരിക്കയുടെ ആദ്യ ദൗത്യം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിക്കാനും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. അത്യാധുനികമായ ഈ ആക്രമണ തന്ത്രങ്ങളിൽ ഇറാന്റെ 8 പ്രധാന സൈനിക കേന്ദ്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിക്കടിയിൽ നൂറുകണക്കിനടി ആഴത്തിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ സൈനിക താവളങ്ങളും മിസൈൽ നഗരങ്ങളും തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി F-35C അഥവാ F-35C ലൈറ്റ്നിംഗ് സെക്കൻഡ് ജെറ്റുകൾ അമേരിക്കയുടെ ആദ്യ തുറുപ്പുചീട്ടാവുക. ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവയാണ് പർവ്വതങ്ങൾക്കിടയിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന തന്ത്രപരമായ വ്യോമതാവളങ്ങൾ. കോൺക്രീറ്റ് കൊണ്ട് തീർത്ത കവചങ്ങൾക്കുള്ളിൽ പോരാളികളെയും അത്യാധുനിക ഡ്രോണുകളെയും ഇറാൻ ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഏതൊരു ബോംബാക്രമണത്തെയും അതിജീവിച്ച് നിമിഷങ്ങൾക്കകം പ്രത്യാക്രമണം നടത്താൻ സജ്ജമാക്കിയ ഭൂഗർഭ ഹാങ്ങറുകളും അതിനകത്തെ അത്യാധുനിക കമാൻഡ് സെന്ററുകളും USS എബ്രഹാം ലിങ്കണിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഈ താവളങ്ങളെ തകർക്കാതെ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ടുതന്നെ പർവ്വതങ്ങളുടെ ഉള്ളറകളിലെ ഈ സൈനിക വിന്യാസങ്ങളെ തകർക്കാൻ അമേരിക്ക തങ്ങളുടെ സ്റ്റെൽത്ത് കരുത്ത് ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ ആണവമോഹങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ നെഡാൻസിനടുത്ത് സാഗ്രോസ് പർവ്വതങ്ങളിൽ നിർമ്മിച്ച പുതിയ തുരങ്ക സമുച്ചയമാണ് അമേരിക്കയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് പികാസ് പർവ്വതം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂഗർഭ സൗകര്യം ഉപരിതലത്തിലുള്ള ദുർബലമായ ഘടനകളെ മാറ്റിക്കൊണ്ട് നിർമ്മിച്ചതാണ്. ഭൂമിക്കടിയിലേക്ക് തുളച്ചുകയറുന്ന അത്യാധുനിക ബോംബുകളുടെ മുൻഗണനാ പട്ടികയിൽ ഈ സ്ഥലം ഒന്നാമതായിരിക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ആണവ പരീക്ഷണങ്ങൾ സുരക്ഷിതമായി നടത്താൻ ഇറാൻ ഒരുക്കുന്ന ഈ പർവ്വത സമുച്ചയത്തെ തകർക്കുക എന്നത് അമേരിക്കയുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണ്. ഹോർമോസ് ഖാൻ പ്രവിശ്യയിലെ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഖോർഗോ ബേസ് ആണ് മറ്റൊരു വെല്ലുവിളി. ഇവിടെ ആഴത്തിലുള്ള ഭൂഗർഭ സിലോകളും വിക്ഷേപണ സ്ഥാനങ്ങളും ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ചീറിപ്പായുന്നത് തടയാൻ US നാവിക വൈമാനികർ ലക്ഷ്യമിടുന്നത് ഇതിലെ കട്ടിയുള്ള ലംബ ഷാഫ്റ്റുകളെയും ടണൽ എൻട്രികളെയുമാണ്. US ആസ്തികൾക്ക് നേരെ ഒരു മിസൈൽ പോലും വിക്ഷേപിക്കാൻ അനുവദിക്കാത്ത വിധം ഈ സിലോകളെ തകർക്കാനാണ് എബ്രഹാം ലിങ്കണിലെ വൈമാനികർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഷിറാസിനടുത്ത് പ്രവർത്തിക്കുന്ന റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിശാലമായ ഭൂഗർഭ മിസൈൽ നഗരമാണ് ലോകത്ത് ഞെട്ടിക്കുന്ന മറ്റൊരു ഇടം. ഇറാൻ പലപ്പോഴും തങ്ങളുടെ പ്രൊപ്പഗണ്ട വീഡിയോകളിൽ പ്രദർശിപ്പിക്കാറുള്ള ഈ നഗരത്തിൽ വലിയ അളവിൽ മിസൈലുകളും ഡ്രോണുകളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം മിസൈൽ നഗരങ്ങളുടെ ലോജിസ്റ്റിക്കൽ ആക്സസ് പോയിന്റുകൾ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചാൽ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി പകുതിയായി കുറയും. ഇതിനായി അത്യാധുനികമായ പ്രിസിഷൻ സ്ട്രൈക്കുകൾ അമേരിക്കൻ സേന ഉപയോഗിക്കും. സൈനിക ഗവേഷണത്തിനും സ്ഫോടനാത്മക പരീക്ഷണങ്ങൾക്കും പേരുകേട്ട പാർക്കിൻ സമുച്ചയമാണ് ഹിറ്റ് ലിസ്റ്റിലെ അടുത്ത പേര്. ഇറാന്റെ ന്യൂക്ലിയർ ട്രിഗർ വികസനവുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. സെൻസിറ്റീവ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന വിപുലമായ തുരങ്ക സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ടുതന്നെ അടിച്ചമർത്തൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ടണലുകൾ തകർക്കുന്നത് ഇറാനിലെ സൈനിക പരീക്ഷണങ്ങളെ വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകും. പേർഷ്യൻ ഗൾഫ് തീരത്തെ ബന്ദർ അബ്ബാസ്, ഖേഷ്ടം എന്നിവിടങ്ങളിലെ പാറക്കെട്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കപ്പൽ വിരുദ്ധ മിസൈൽ ബാറ്ററികളാണ് അമേരിക്കൻ നാവികസേന നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അന്താരാഷ്ട്ര ഷിപ്പിംഗിനായി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഈ ബങ്കറുകൾ നിർവീര്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. USS എബ്രഹാം ലിങ്കണിന്റെ വ്യോമ വിഭാഗം ഈ മിസൈൽ ബാറ്ററികൾക്ക് അതീവ മുൻഗണന നൽകുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെയുള്ള ഓരോ ബങ്കറുകളെയും തകർത്ത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് അമേരിക്കയുടെ പദ്ധതി. വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ ടാബ്രിസ് മിസൈൽ ബേസും അമേരിക്കൻ പട്ടികയിലുണ്ട്. ഇവിടുത്തെ ഭൂഗർഭ സിലോകൾ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സുരക്ഷയൊരുക്കുന്നവയാണ്. ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിൽ ഏറ്റവും നിർണായകമായ ഈ താവളം സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. കൂടാതെ കെർമൻഷ്യ പ്രവിശ്യയിലെ കെനച്ക് കന്യാണിനുള്ള മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുടെ വൻ ശേഖരവും അമേരിക്കൻ നിരീക്ഷണത്തിലാണുള്ളത്. ആഴത്തിലുള്ള ഡിപ്പോകളിലേക്ക് നയിക്കുന്ന തുരങ്ക പ്രവേശന കവാടങ്ങൾ ബോംബിട്ട് തകർക്കുന്നതോടെ ഈ മൊബൈൽ ലോഞ്ചറുകളെ പുറത്തിറക്കാൻ കഴിയാത്ത വിധം അവിടെ തന്നെ തളച്ചിടാൻ അമേരിക്കയ്ക്ക് കഴിയും.
ഈ അക്ഷയപാത്രങ്ങൾ തകർക്കാൻ USS എബ്രഹാം ലിങ്കണിലെ ഏറ്റവും വലിയ ആയുധം F-35C ലൈറ്റ്നിംഗ് സെക്കൻഡ് എന്ന സ്റ്റെൽത്ത് ഫൈറ്ററുകളാണ്. ഇറാന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് ബങ്കറുകൾ തകർക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് പെനട്രേറ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും. പർവ്വതങ്ങളുടെ എൻട്രി പോയിന്റുകളിൽ കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ ഈ വിമാനങ്ങൾ സജ്ജമാണ്. ഒരു ചെറിയ പിഴവ് പോലും മതിയാകും പശ്ചിമേഷ്യൻ മണ്ണിൽ ആ വലിയ പൊട്ടിത്തെറിക്ക് തുടക്കം കുറിക്കാൻ. അത് സംഭവിക്കാതിരിക്കട്ടെ.